ഞങ്ങൾ 2 മക്കൾക്ക് ലൈറ്റിന്റെ വീട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് 2 ആൾക്കും പെൻഷൻ കിട്ടുന്നുണ്ട്. കുടിവെള്ളമുണ്ട്, എല്ലാം വരുന്നുണ്ട്. എല്ലാവരും സൗകര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഈ സർക്കാരിനെ വരണമെന്നാണ് ഞങ്ങളെ വേറൊരു സർക്കാർ വരണമെന്നുള്ള ഇതിലാണ്. ദൈവം എങ്ങനെയാന്ന് അറിയില്ലല്ലോ. ഈ സർക്കാരിനെ വരണം എന്നുള്ള ഇതിലാണ് ഇപ്പോഴും. വേറെ ഇന്നത്തെ വരെയും വേറെ സർക്കാരിന്റെ ഒരു മനസ്സിലൊരു വിചാരം തന്നെ ഇല്ല. എന്താ ഇങ്ങനെ ആൾക്കാരാണ്. അങ്ങനെ എല്ലാവർക്കും കൂലിപ്പണിയാണ്. സ്വർണ്ണപ്പണി 4 ചെയ്യാത്ത കാലം. ഇപ്പോഴും പണിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ പഠിക്കൊന്നും പോകാൻ വയ്യ, വീട്ടിലിരിക്കുകയാണ്. രണ്ടാമത് പെൻഷൻ കിട്ടുന്നതുകൊണ്ട് ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ ജീവിക്കണം. അവർക്കൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ, ഒരു ബുദ്ധിപ്പെടുത്താൻ പറ്റില്ല. 600 അത് നിന്നല്ലോ. 3-4 മാസമായിട്ടുള്ള കിട്ടില്ല. അത് കിട്ടിയതിന് ശേഷം പിന്നെ തെറ്റാതെ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ മാസം മുതൽ വരെ കിട്ടിയിട്ടുണ്ട്. ജനുവരിയിൽ, ഫെബ്രുവരിയിൽ ഇനിയിപ്പോൾ കിട്ടാണല്ലോ. തീർത്തും എല്ലാ പൈസയും കിട്ടിയിട്ടുണ്ട്. ഒന്നും മുടക്ക് വന്നിട്ടില്ല. നമ്മളെ ഗവൺമെന്റിന് വരുന്നതാണ് ആഗ്രഹം. ഒരു വീട് ഇപ്പൊ കിട്ടി. താമസിക്കാൻ പറ്റാത്തൊരു വീടായിരുന്നു, കേടുന്ന വീടായിരുന്നു. അപ്പൊ ഞാൻ നല്ലൊരു വീടായി കിട്ടി. ഇപ്പൊ പഞ്ചായത്തിൽ നിന്ന് ഗവൺമെന്റിൽ നിന്ന് തന്നു. പിന്നെ പെൻഷൻ കിട്ടുന്നുണ്ട്, മുടങ്ങാതെ പെൻഷൻ കിട്ടുന്നുണ്ട്, മാസം മാസം കിട്ടുന്നുണ്ട്. പിന്നെ ഞങ്ങളെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ 3 പെൺകുട്ടികളാണ്. അവരെ കല്യാണം കഴിഞ്ഞു. ഞങ്ങൾക്ക് സാധാരണക്കാരെ, ഞങ്ങളൊക്കെ വെറും പാവങ്ങളാണ്. ഈ ഭാഗത്തൊക്കെ പാവപ്പെട്ട മനുഷ്യന്മാരാണ്. പെൻഷൻ കാത്തിരിക്കുന്നതുണ്ട്. എനിക്കൊക്കെ മരുന്ന് സ്ഥിരം വേണം. 2 നേരം മരുന്ന് കഴിക്കുന്ന ആളാണ് ഞാൻ. ഈ പെൻഷൻ മാത്രം കാത്തിരിക്കും. വേറെ ആൺകുട്ടികളില്ല, 3 പെൺകുട്ടികളാണുള്ളത്. ഈ ഒരു ഭരണം കൂടി ഇനിയും വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ലക്ഷ്യന്റെ ഞങ്ങള് അപേക്ഷ കൊടുത്തിട്ട് വീട് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. അതെ, ഈ വാർഡില് പിന്നെ പെൻഷൻ കൂടുതലായി കിട്ടിയിരുന്നു. നല്ല ഗവൺമെന്റാണ് ഞങ്ങൾക്ക്. ഈ ഗവൺമെന്റ് തന്നെ വേണം. ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് എല്ലാ കാര്യത്തിനും സജീവമായിട്ട് പ്രവർത്തിച്ച് വരുന്നുണ്ട്. വീടിനും ബുദ്ധിമുട്ടില്ല. പെൻഷന് കറക്റ്റായി വരുന്ന കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പുറമെ സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ട് പൈസ 35 വയസ്സായ സ്ത്രീകൾക്ക് അനുകൂലമാക്കിയിട്ടുണ്ട്. അതെ, ഈ വീടും അത് തന്നെ കിട്ടിയത്. ഇതിന്റെ പെങ്ങളെ വീടാണ്, എനിക്കും കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഈ പഞ്ചായത്തില് വാർഡിൽ തന്നെ 60ഓളം വീടുകളും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഗവൺമെന്റ് നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. ഗവൺമെന്റും നന്നായി നിരക്കി ഭരണം തന്നെ വരണമെന്ന് എല്ലാം ആഗ്രഹിച്ചിരിക്കുകയാണ്.